ലാലേട്ട ഈ അടുത്ത നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ തരൺമൂർത്തിയുമായിട്ടുള്ള ചിത്രം. അതിൻ്റെ ഏത് ഘട്ടം വരെ എത്തി ചിത്രം? അതിമനോഹരം. ഏതാണ്ട് ഒരു 70% സിനിമ കഴിഞ്ഞു. നാളെ മുതൽ ഞാൻ വീണ്ടും ആ സിനിമയിൽ ജോയിൻ ചെയ്യുകയാണ്. ദൃശ്യമല്ലാണ്ട് ഒന്നും സംസാരിക്കില്ല. അല്ല അതിനെക്കുറിച്ച് എങ്ങനെയാ പറയുന്നത്? അത് ആ സിനിമ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ സിനിമയിൽ ഞാനൊരു പോലീസുകാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അത് മനസ്സിലായല്ലോ അതിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ശരിക്കും ഒരു വളരെ ഒരു വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും. തരുൺമൂർത്തി അങ്ങനെ തുടരും എന്നുള്ള ഒരു സിനിമയ്ക്ക് ശേഷം അയാൾക്കൊരു സിനിമയുടെ എപ്പോഴും രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്, ഒരു ആക്ടറെ വെച്ച് രണ്ടാമത്തെ സിനിമ. അപ്പോൾ അതിൻ്റെ ഒരു സക്സസ്സിൽ നോക്കിക്കൊണ്ട് തന്നെയാണ് ആ സിനിമ ചെയ്യുന്നത്. അതൊരു തീർച്ചയായിട്ടും നല്ല സിനിമയായിട്ട് മാറണം. ഞങ്ങൾക്കെല്ലാം ആഗ്രഹം അതാണ്. അങ്ങനെ മാറട്ടെ എന്നേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. റോസ്ലിൻ എന്ന വെബ് സീരീസ് ഭയങ്കരമായിട്ട് ചർച്ചയാകുന്നുണ്ട്. അതിലെ ക്യാരക്ടറും വലിയ സാധ്യത നൽകുന്നതാണോ വെബ് സീരീസ്? അതിമനോഹരം. തരുൺമൂർത്തി ലാലേട്ടൻ കോമ്പിനേഷനിൽ വരുന്ന അടുത്ത ചിത്രം ദൃശ്യം 3യുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ഈ സിനിമയെ പറ്റി ഒരു അഭിപ്രായം ചോദിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ലാലേട്ടൻ ഒന്നും വിട്ടു പറയുന്നില്ല. ഈ തരുൺമൂർത്തി ചിത്രത്തിനൊരു പ്രത്യേകത ഉണ്ട്. അത് ലാലേട്ടനുമായിട്ട് കൈകോർത്തപ്പോൾ തുടരുമെന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ്. ഫീൽ ഗുഡ് പോസ്റ്റേഴ്സൊക്കെ ഇറക്കി നമ്മളെന്താ ഒരു ഫീൽ ഗുഡ് പടം, ഒരു ഫാമിലി പടം കാണാൻ പോകുന്ന രീതിയിലേക്ക് കണ്ട ഒരു സിനിമയാണ് തുടരും. പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോഴേക്കും പടം മാറി ത്രില്ലർ മോഡിലേക്ക് പോയി. ലാലേട്ടൻ്റെ അഭിനയ മികവിലേക്ക് പോയി. സിനിമ ഏതോ തലത്തിൽ തന്നെ പോയി. ഒരുപക്ഷെ 2025 എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത ഒരു സിനിമ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് തുടരുമാണ്. അത്രമാത്രം ലാലേട്ടൻ ആരാധകർ, സ്ലീപ്പർ സെൽസ് എന്നൊക്കെ വിളിപ്പിക്കുന്ന ആളുകളൊക്കെ തന്നെ തിയേറ്ററിലേക്ക് ഇരച്ചു കയറിയ കാഴ്ച നമ്മൾ കണ്ടത് തുടരുമിലാണ്. എമ്പുരാനിൽ ഒരു ചെറിയ വീഴ്ചയുണ്ടായിരുന്നു. കാരണം വലിയ ഹൈപ്പിൽ വന്ന സിനിമയാണ്. പക്ഷേ പ്രതീക്ഷിച്ച അത്രയും എമ്പുരാൻ പോയില്ല. അവിടെ നിന്നുകൊണ്ടാണ് തുടരും വന്നിട്ട് പൊളിച്ചത്. അത് ആ ഒരു ചോപ്പറിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു സ്പ്ലെൻഡർ ബൈക്ക് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടത് തുടരുമിലാണ്. അതിമനോഹരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലും ലാലേട്ടൻ ഒന്നും വിട്ടു പറയുന്നില്ല. എസ് ഐ ലൗലജൻ എന്ന കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ അവതരിപ്പിക്കുന്നത്. ഈ ദൃശ്യം ഞാൻ പറയാൻ കാരണം, ഇത് രണ്ടും കൂട്ടി വയ്ക്കാൻ കാരണം, ദൃശ്യം ഇതുപോലെ 2013 ഡിസംബർ മാസം 19-ാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19-20 ആണ്. അപ്പോൾ സാധാരണ ഇതിൻ്റെ പോസ്റ്റേഴ്സും അങ്ങനെയായിരുന്നു. ലാലേട്ടൻ ഒരു വാഴച്ചെടിയുടെ ഇടയിലൂടെ നിൽക്കുന്നു. ലാലേട്ടൻ, മീന, എസ്തർ, മൻസിബയും വെറുതെ നടന്നു വരുന്നു. ഇതുപോലൊരു ഫാമിലി ഫീൽ ഗുഡ് പടമെന്ന് വിചാരിച്ചിരിക്കുന്നിടത്താണ് ദൃശ്യവും തിയേറ്ററിനകത്ത് എത്തിയതിനു ശേഷം ആളുകളെ ഞെട്ടിത്തെറിപ്പിച്ച് കോരിത്തെറിപ്പിച്ചത്. അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ദൃശ്യത്തിൽ ആ രീതിയിലുള്ള സംസാരമൊന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായില്ല. പക്ഷേ അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഗംഭീരമായിട്ട് പോയി. അതേ രീതിയിലായിരുന്നു തുടരും. ഞാൻ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ കാരണം, ഇതേ ദൃശ്യത്തിൻ്റെ പ്രൊമോഷൻ സമയത്താണ് അതിമനോഹരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിമനോഹരം നല്ലൊരു സിനിമയായിരിക്കും എന്നതിനെ പറ്റി മാത്രമേ ലാലേട്ടൻ പറയുന്നുള്ളൂ. പക്ഷേ കൂടുതലൊന്നും വിട്ടു പറയുന്നില്ല. പ്രതീക്ഷിക്കാമോ ഒരു തരുൺമൂർത്തി ലാലേട്ടൻ മാജിക് വീണ്ടും എന്നുള്ളതാണ്. തുടരും പോലൊരു സിനിമ ചെയ്തു വെച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴേക്കും അതിമനോഹരം എത്രമാത്രം ഗംഭീര പടമായിരിക്കും എന്നുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും. അതിമനോഹരത്തിൻ്റെ 3rd ഷെഡ്യൂൾ തൊടുപുഴയിൽ തുടങ്ങി എന്നുള്ളതാണ് നിർമ്മാതാവായ ആഷിഖ് ഉസ്മാൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 3rd ഷെഡ്യൂൾ തുടങ്ങി നിൽക്കുമ്പോഴേക്കും അതിമനോഹരത്തിൻ്റെ സെറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള സ്വാഭാവികമായ ചിന്തയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മുകേഷ്, ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ ഈ സിനിമയിൽ നിൽക്കുമ്പോൾ വന്ദനത്തിൻ്റെ റീക്രിയേഷൻ ഉൾപ്പെടെയുള്ള സീനുകൾ വെച്ചിട്ടും അതിമനോഹരം സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഈ സിനിമ ഭയങ്കരമായ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ കാത്തിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന് തുടരും പോലൊരു ബാരിയർ ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. തുടരും പോലൊരു സിനിമ അത്രയധികം ഹിറ്റായിട്ടൊരു കോമ്പിനേഷൻ വരുമ്പോഴേക്കും ആളുകളുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്ത, ആഗ്രഹം എന്ന് പറയുന്നത് അതിനും ഒരു പടി മുകളിൽ പോകണം എന്നുള്ളതാണ്. തുടരും വേറൊരു സിനിമയാണ്. അതിമനോഹരം വേറൊരു സിനിമയായിട്ട് മാത്രം കാണാൻ പ്രേക്ഷകരോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തുടരുമ്പിന് മേലെ പോകുമോ, തുടരുമ്പിന് താഴെയാകുമോ എന്നുള്ള ചിന്തയിൽ നിന്നാൽ പോലും നമ്മളൊക്കെ എത്ര അഭ്യർത്ഥിച്ചാൽ പോലും ആളുകളുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു വിന്നിങ് കോമ്പിനേഷന് മുകളിൽ പോകണമെന്നായിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ദൃശ്യം പോലും ദൃശ്യം 1നേക്കാൾ 2 പോകണം, 2നേക്കാൾ മുകളിൽ 3 പോകണം എന്ന് തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുക. അത് എപ്പോഴും ഉള്ളതാണ്. അത് മീറ്റ് ചെയ്യാൻ ഇതിൻ്റെ സംവിധായകനും അതിൻ്റെ കൂടെയുള്ള അണിയർ പ്രവർത്തകർക്ക് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് അതിമനോഹരത്തിന് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.